നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ നോക്കാം. മകൻ നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. മഹാവിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ മുതിർന്ന ജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹ ആശംസകൾ ലഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ഒരു വിഷുവർഷക്കാലത്തെ ഫലത്തെ നോക്കാം. മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അറിവുള്ളവരും ധനവും സൗന്ദര്യവും ഉള്ളവരും ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവരും ശത്രുക്കളും അസൂയക്കാർ ഉള്ളവരും ആണ്. സ്ത്രീകൾ ഐശ്വര്യമുള്ളവരും പാപരഹിതരുമായിരിക്കും. രാജതുല്യമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നവരാണ്. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം 11ലും 12ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 8ലും രാഹു 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നും അടുപ്പമുള്ളവരിൽ നിന്നും പരോക്ഷമായ സാമ്പത്തിക പുരോഗതിയും പൂർവിക സ്വത്തുക്കൾ ലഭിക്കുകയും വിവാഹാദി സൽക്കർമ്മങ്ങളും അതിലൂടെ സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ഏകദേശം 4 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അരിഷ്ടതകൾക്ക് മുക്തി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. ദൈവാധീനം വർദ്ധിക്കുന്നതാണ്. 4 മുതൽ 24 വയസ്സുവരെയുള്ളവർക്ക് പുതിയ വാഹനം, വസ്തുവകകൾ, വിദ്യാഗുണം, വിജയം എന്നിവയുണ്ടാകുന്നതും ആഗ്രഹ നിവർത്തി ഉണ്ടാകുന്നതുമാണ്. 24 വയസ്സ് മുതൽ 30 വയസ്സുവരെയുള്ളവർക്ക്, സൂര്യദശാകാലമുള്ളവർക്ക് ഈ വർഷം യാത്രയിൽ ചെറിയ തോതിലുള്ള അലട്ടലുകളും ചില്ലറ നേട്ടങ്ങളും ഉണ്ടാകും. 30 വയസ്സ് മുതൽ 40 വയസ്സുവരെ ഏകദേശമുള്ളവർ വിവാഹാലോചനകളൊക്കെ വിവാഹത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി ഉന്നതിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. 40 വയസ്സ് മുതൽ 47 വയസ്സുവരെ ഉള്ളവർക്ക് ഈ വർഷം അത് അധ്വാനത്തിൽ നിന്നും ശൗര്യത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ നിന്നും വിജയങ്ങൾ ഉണ്ടാക്കി നൽകുന്നതാണ്. 47 വയസ്സ് മുതൽ 64 വയസ്സുവരെയുള്ള വ്യക്തികൾക്ക് ഈ വർഷം കഷ്ടതകളിൽ നിന്നുള്ള വിടുതലും രോഗദുരിതങ്ങളിൽ നിന്നുള്ള വിടുതലും സമാധാനവും ഉണ്ടാകുന്നതാണ്. 64 വയസ്സിന് മുകളിലുള്ളവർക്ക് കാര്യലാഭവും ബന്ധുമിത്രാദികളിൽ നിന്ന് ശുഭകരമായിട്ടുള്ള അനുഭവങ്ങളും ലഭിക്കുന്നതാണ്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില്ലറ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇവർക്ക് ശനി അഷ്ടമത്തിലും രാഹു 7ലുമാണ്. അതുകൊണ്ട് തന്നെ ജീവിത വിജയത്തിന് കുറച്ചൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. എന്നാൽ സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും കൂടി അഭിമുഖീകരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ്. ചിരകാല അഭിലാഷങ്ങൾ നേടാനാകും. സാമ്പത്തിക വളർച്ചയുടെ പാതയിൽ എത്തുന്നതാണ്. സമൂഹത്തിൽ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾ ഇവർക്ക് പിന്തുണ നൽകുന്നതാണ്. ആസൂത്രണം ചെയ്ത സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭിക്കുന്നതാണ്.